കാലത്ത് അമ്മ വന്ന് വിളിച്ചിട്ടാണ് കേട്ടോ എണീറ്റ് കിടക്കുന്നത്. പൂജവെപ്പായ കാരണം ആര്യനൊക്കെ നല്ല ഉറക്കമാണ്. ഷെമോളും എണീറ്റിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ എണീക്കാൻ പോവുകയാണ്. എണീറ്റില്ലാച്ചെങ്കിൽ ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് നിന്ന് ചീത്ത കേട്ടിട്ട് വേണ്ടി വരും എണീക്കാൻ. അപ്പോൾ അതേ ഞാൻ എണീറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ 3 പേരും കൂടി വന്ന് കിടക്കുന്നുണ്ട് സീയുടെ അടുത്ത്. ഒട്ട് തൊട്ടില്ല അല്ലേ? ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഞാനും തെച്ചും കൂടിയിട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോയിട്ടുള്ളത്. ഞങ്ങൾ തുഴലൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നലെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ. നമ്മളാണെങ്കിൽ ഇന്നാണ് ബുക്ക് വെക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നലെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്പലത്തിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് രാവിലെ 9 മണി വരെ സമയമുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ബുക്കൊക്കെ കൊടുന്ന് വെച്ച് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് നേരെ പോണത് വീട്ടിലേക്കല്ല കേട്ടോ, അമ്മയുടെ കടയിലേക്കാണ്. അമ്മ കടയിൽ നിന്ന് 1-2 സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ കടയിലെത്തിയിട്ട് ഇനി ഷട്ടറൊക്കെ തുറന്ന് അകത്ത് കയറണം. ഈ ഷട്ടർ തുറക്കൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ അത്. അപ്പോൾ അതേ കടയൊക്കെ തുറന്ന് അകത്ത് കയറി അമ്മ ബ്രെഡും പിന്നെ പഴമാണ് എടുത്തോണ്ടെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഡേറ്റൊക്കെ ഇല്ലേ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ബ്രെഡൊക്കെ ഡേറ്റൊക്കെ നോക്കി പെട്ടെന്ന് എടുത്ത്. പക്ഷേ ഈ പഴം ഇതുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് അത്ര കണ്ട് എക്സ്പീരിയൻസ് ഇല്ല. അപ്പം എന്നെ തെച്ചോടെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. അച്ഛമ്മയാണെച്ചെങ്കിൽ ഇത് പെട്ടെന്ന് എടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് നേരം ആകുമ്പോൾ ഗുസ്തിയൊക്കെ പിടിച്ചതിന് ശേഷം പഴമൊക്കെ ഞാൻ ഒരുവിധം കട്ട് ചെയ്തെടുത്തു കേട്ടോ. പഴമൊന്നും എന്തായാലും കട്ടായി പോയില്ല. ഇടയ്ക്ക് അങ്ങനെ പഴമൊക്കെ കട്ടായി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരുവിധമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ 4 വേള് 5 വേള് കുറച്ച്